രണ്ട് ആന കുഞ്ഞ് വളർത്തിട്ട് അതിന് വന്ന് നല്ല പേർപ്പുകളൊക്കെ കിട്ടി. പിന്നെ അവരെയൊക്കെ പൈസ കാര്യങ്ങളാണ് അവർ കൊണ്ടുപോയി, അവിടം കൊണ്ടുപോയി, നമ്മളെ കാണിച്ചിട്ട് അവിടം കൊണ്ടുപോയി. ഞാന് കുറെ കാലങ്ങളായി, 54 അപ്പോയിന്റ്മെന്റ്. 42 കൊല്ലായി. അതൊരു ഡോക്യുമെന്റ് എടുത്തത്, പടം ഡോക്യുമെന്റ് എടുത്തിട്ട് വലിയ ഒരു ഇതായി. അതിൽ ആന ഉണ്ടാവും, വലിയ ആന അപ്പാർത്തുനിന്ന് ഉണ്ടാവും, ഇതുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടാവും. പിന്നെ വേറെ ഒരു ആന ഉണ്ടാവും. അതിൽ കുറെ ആനകൾ വരും. അതിൽ ഡോക്യുമെന്റ് നന്നായിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് നമ്മളെ ഇവിടെ വില്ലേജിനുള്ളിൽ ആന ശല്യല്ലേ, വന്ന ഒരു കുട്ടീനെ അടിച്ചില്ലേ, ആനായിട്ട് ഇവിടെ ആന കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ വില്ലേജിനുള്ളിൽ ആന കയറാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആന ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ആന നമ്മൾ അവർ പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ പറ്റില്ലോ, നമ്മളെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാട്ടിൽ ആന വന്ന് അവർ പിടിക്കർക്ക് ആർഡർ വന്നിട്ടുള്ളോ ഇല്ല, ആട്ടാൻ ആർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല, അവര് വേണം. ഇപ്പൊ നമ്മളെ ഇഷ്ടത്തിന് കൊണ്ട് അവർ പറഞ്ഞപ്പോ നമ്മൾ കെട്ടിക്കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അവര് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പണി ചെയ്യുള്ളൂ. ആട്ടി വിടും, നമ്മൾ ഇരുന്നിട്ട് പോവും, കാട്ടിനുള്ളിൽ പോവും. ആറ്റിയെല്ലാം കുറെ ദൂരം പോവുള്ളൂ. പിന്നെ കാടാണ്, പിന്നെ തിരിച്ച് എങ്ങിട്ട് എത്തും, കാട്ടന്നെ വരും. അതിന് വലിയ ഫോറസ്റ്റ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ പോകണം, മുക്കട്ടി കാട്ട് കഴിക്കണം. അപ്പൊ എല്ലാ വില്ലേജിന്റെ അടുത്ത് എല്ലാം പറയണം, ആൾക്കാരും വരാൻ പാടില്ല, പുറത്ത് ആരും വരാൻ പാടില്ല. ആന നാട്ടിൽ പോകുമ്പോ എന്തും സംഭവിച്ചു പോകും. അപ്പൊ ഞങ്ങൾ ഫോറസ്റ്റുകാർ ബുദ്ധിമുട്ട് നമ്മളെല്ലാം പറയണം. ആ കുട്ടീനെ അടിച്ചതിന് ശേഷം പിന്നെ മറ്റേ ആന ഇറങ്ങിയിരുന്നു? ഇല്ല, വരുന്നുണ്ട്, രാത്രി വരുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ല. ആന വരാത്ത ദിവസം ആന ദിവസം വരുന്നു, 2 ദിവസം മിഞ്ഞാന്ന് വന്നു, അന്ന് വന്നു, 2 ദിവസം വന്നു. വേറെ പേര് ആന, മോയല്ല. ഓരോ ദിവസം വേറെ മാറി വരുന്നുണ്ട്. നമ്മള് ഒരേ ആന ഒന്നും പറയാൻ പറ്റില്ല. അതെന്താ ആന അടിക്കാനായിട്ട് അടിച്ചതല്ല, ആ ചെക്കൻ വന്നപ്പോ ഈ ആന വന്നു, അതാണ് സംഭവിച്ചു. അതാണ് വേറെ ഒന്നല്ല. പിന്നെ ഭക്ഷണം എന്താണ് കൊടുത്തോണ്ട്? മുത്താരി, പിന്നെ മുതിര, ചോറ് എല്ലാം മിക്സിങ് ആക്കി കൊടുക്കും, ഉപ്പൊക്കെ വിട്ടിട്ട്. പിന്നെ അതിന്റെ ഒപ്പം വെല്ല, കരിമ്പ്, തേങ്ങ എല്ലാം കൊടുക്കും. ഇവിടെ തന്നെ കെട്ടിയുള്ള അങ്ങനെ വിടും, അയച്ചു വിടുമല്ലോ? അയച്ചു വിടും. ഇവിടെ അയച്ചു വിടാൻ പറ്റില്ലല്ലോ, ഇവിടെ അയച്ചു വിടാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു സ്ഥലമില്ലല്ലോ അയച്ചു വിടാൻ. ഫാർസികൾ അയച്ചു വിടാം, അവിടെ ഒരു മോനില്ല, പില്ലിക്കാടില്ലേ, അവിടെ വേണേ കൊണ്ട് അയച്ചു വിടാം. ഇവിടെ അയച്ചു വിടാൻ പറ്റില്ല. അയച്ചു വിട്ടല്ലേ ഏതെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ പോകും. അങ്ങനെ ഉണ്ടല്ലേ. ഈ ആന ശരിക്കും എവിടെ ഉള്ള? ഇത് മുതുമലയുള്ള ആന. ഇത് ചെറുപ്പം തൊട്ടേ ഇത് വന്ന് തിരുവണ്ണമല പിടിച്ചാണ്, തിരുവണ്ണമല. അപ്പൊ ഒരു വയസ്സിൽ ഈ ആന കുഞ്ഞ് പിടിച്ചതാണ്, ചെറുത്. അപ്പൊ അത് വന്നിട്ട് സുജയ് വിജയ് 8 അനിയനാണ്, ട്വിൻസ്. ഇവിടെ നമ്മുടെ ക്യാമ്പിൽ പിടിച്ച കുഞ്ഞാണ് അത്. ഇതിന്റെ കൃഷ്ണ, അത് വിജയ്. സുജയ് അവിടെ ഉണ്ട്. 8 അനിയന്മാരാണ് ഈ രണ്ടാനും ചെറുപ്പം തൊട്ടേ ആശനാണ്. ഇല്ല, ഇതിപ്പോ കുറച്ച് ദിവസം ഞാനായിട്ടുള്ളൂ. ഇപ്പൊ ചെറിയ കുട്ടിയിലുണ്ടായിരുന്നില്ല കുറെ ദിവസങ്ങൾ. അപ്പൊ വലിയ വലിയ ആനലൊക്കെ പണിയെടുത്ത് വന്നു. ഇപ്പൊ വയ്യാണ്ടായി, ആനയൊക്കെ കുത്തി കുറച്ച് മുറിയൊക്കെയായി, ജോയിന്റൊക്കെ പൊട്ടി. ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് ബൊമ്മൻ. വീടൊക്കെ തപ്പക്കാട്. നമ്മുടെ വീട് ഇവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ പോയിട്ട് അവിടെ കുറെ ദിവസങ്ങളായി പണിയെടുത്തിട്ട്. അവിടെ ഭാര്യക്ക് പണിയുണ്ട്, അവരൊരു 40 ഉറുപ്പിക മാസം കിട്ടും. അങ്ങനെ രണ്ടാൾക്ക് ഈ അവാർഡ് കിട്ടിയ ശേഷം പണി കൊടുത്തതാണ്. രാഷ്ട്രപതിയൊക്കെ വന്നു. രാഷ്ട്രപതി മുർമു, പിന്നെ ഡീഗുരി വന്നു, പ്രധാനമന്ത്രി മോഡിജി വന്നു, ധോണി വന്നു, CM വന്നു, എല്ലാരും വന്നു പോയി. ധോണി വന്നിരുന്നു? ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ് വന്നത്? ക്യാപ്റ്റൻ. അപ്പൊ നമ്മളെ വിളിച്ച് പോയി ക്രിക്കറ്റ് മാച്ച്, ആക്കി മാച്ച് ഒന്നും ഇട്ടിരുന്നു. അത് നമ്മളെ പേര് ഇട്ടിരുന്നു, ആക്കി. അന്നല്ലേ ജയിച്ചത്. ഇപ്പൊ ഡൽഹി പോയി, ബോംബെ ഒക്കെ പോയിട്ട് വന്നു, എല്ലാവരും വിളിച്ചിട്ട് പോയി. എല്ലാരും കണ്ടില്ലേ, നേരിട്ട് വന്നില്ലേ? എല്ലാരും ഇവിടെ തന്നെ വന്നു. പിന്നെ ഞങ്ങളെ വിളിച്ച് അവിടെ പോയി, അവിടെയൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്തു ഒരു പറഞ്ഞിട്ട്. ആ ഡോക്യുമെന്ററി കുറെ ദിവസം എടുത്തു. എത്ര ദിവസം ഷൂട്ട് ആയിരുന്നു? കൊറോണ സമയത്തില്ലേ, ആ സമയത്താണ് എടുത്തത് ഡോക്യുമെന്റ്. എത്ര ദിവസം എടുത്തത്? 4 കൊല്ലം മേലെ എടുത്ത. അവര് കുറച്ചെടുക്കും, പിന്നെ പോകും, പിന്നെ വരും. 4 കൊല്ലം എടുത്തോ?
കുറച്ച് എടുക്കുള്ളൂ. ആ. ആനക്കുട്ടി വലുത് അങ്ങനെ എടുക്കും. ചെറിയൊരു ആനക്കുട്ടിനെ വളർത്തിയ ഇതാണ്. ആ വലുതാണ് ഇവരെ എടുത്തിരുന്നത്. വലുതാവേ വരെ. ഇതിപ്പോ എത്ര വയസ്സുണ്ടാവും അങ്ങനെ? ഇപ്പൊ ഇതിന് 14 വയസ്സ് ആ. കൃഷ്ണക്ക്. കൃഷ്ണക്ക് ആന ഒരു 50, 55, 56 വയസ്സ്. അത്ര ഉണ്ടോ? വിജയ്ക്ക് എത്ര വയസ്സുണ്ട്? ആ. പക്ഷെ അത് വയസ്സായി. ഇതാണ് വലുത് ആന തോന്നൂല കണ്ട. ഇപ്പൊ അത് കുറച്ച് വയസ്സായി, കുറച്ച് ക്ഷീണിച്ചു. മത വരുമ്പോ കുറച്ച് ക്ഷീണിച്ചു പോകും. മതപ്പാടി ഇവിടെ ഇതിനങ്ങനെ വന്നിരുന്നു അങ്ങനെ ഇല്ല, കുറച്ച് പേരില്ല. ഇപ്പൊ വയസ്സായിട്ടില്ലല്ലോ. ഇന്ന് വയസ്സാകുമ്പോഴത്തേന് അപ്പൊ നമ്മൾ പറഞ്ഞാൽ ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ കെട്ടിയിടും. പറഞ്ഞ മാത്രമേ ചെയ്യുള്ളൂ. പറഞ്ഞ് നമ്മളെ വാക്ക് കേട്ടില്ലെങ്കിൽ അവിടെ കൊണ്ട് കെട്ടിയിടും. പിന്നെ കെട്ടിട്ട് അവിടെ തന്നെ ചപ്പ് ചോറൊക്കെ അവിടെ തന്നെ കെട്ടൊന്നും അയക്കില്ല. ചെങ്ങലിട്ട് അവിടെ വലിയൊരു ചെങ്ങലിട്ടിട്ട് അവിടെ കെട്ടി അയക്കാൻ പറ്റില്ല. അയച്ചാല് എല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആന പണി ഭയങ്കര മോശമല്ലേ. 2-3 പ്രാവശ്യം പരിക്കേറ്റത്. അതെ ഇവിടെ കുത്തി ഇതിൽ വന്നു. കുത്തിട്ട് വന്നു. അവിടെ അല്ലേ? ജായിന്റ് പൊട്ടി. കൊല്ലത്തില് സർവീസ് ആയി. അനുഭവം ഈ ഒരു അനുഭവം വേറെ അനുഭവം ഉണ്ടായിട്ടോ? ഇല്ല ആദ്യം കുറച്ചൊക്കെ മുറിയായിട്ടുണ്ട്. ആന പിടിക്കാൻ ഒരു സ്ഥലത്തില്ലല്ലേ, എല്ലാ സ്ഥലത്ത് പോകും ഞാൻ. ആന്ധ്ര ബാർഡർ വരെ പോകും. കേരളത്തിൽ വന്നിട്ടുണ്ടോ? കേരളത്തിൽ നമ്മൾ ഇവിടെ ഒരു മുത്തങ്ങൽ ഒരു ആന പിടിക്കും, വയനാട്. അത് വന്ന് ഭയങ്കര ആനയാണ്. 10-11 അടിയാണ് ആന. വലിയ ആന, 1.5 കൊമ്പനാണ്. അത് വന്ന് ഇഞ്ചിച്ചിട്ട് കുറെ ദിവസം പോയപ്പോ മരിച്ചുപോയി. ആ കേസ് ഇന്ന് നടക്കണം. നമ്മളെ മേലെ കേസ് കിട്ടവർ. ആന പിടിക്കാൻ കുറച്ചല്ലേ നമ്മള് കുറച്ച് ഇതാക്കും, അല്ലെങ്കിൽ നമ്മളപ്പോ അവര് കഴിച്ചില്ലാവും. കൊല്ലം പോയിട്ട് അവിടെ കൈയെടുത്തിടണം. എവിടെ പോയിട്ട്? ബത്തേരി പോയിട്ടില്ലേ? ഭയങ്കര ശല്യാണ് ആന പിടിക്കണ പണി. ചരട് തരുന്നില്ല. ആന പിടിക്കുമ്പോ ഇങ്ങനത്തെ സ്ഥലത്തിലൊന്നും എവിടെ ഇടാൻ പറ്റില്ല. ഇഞ്ചിന് ഇടുമ്പോ എവിടെയെങ്കിലും കുയ്യോ വീണി എവിടെ പോയി ചത്തു പോയാലും നമ്മളെ ബദൽ പറയണം. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ. നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കിയിടണം. ഒരു ഇല കുറച്ച് തട്ടി കഴിഞ്ഞാൽ ഇഞ്ചിന് പോകില്ല. അങ്ങനത്തെ സ്ഥലത്തുള്ളിൽ നോക്കി അങ്ങനെ ഇഞ്ചിന് ഇടണം. അപ്പൊ അത് ആ തെളിയിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം തെളിച്ചിടണം, കെട്ടിയിട്ടിട്ട് വണ്ടിയിൽ കയറ്റണം. അങ്ങനെയല്ലേ വണ്ടിയിൽ പോകുള്ളൂ. ഇല്ലെങ്കിൽ ബോധമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കലട്ട പോകും. അങ്ങനെ ഇതൊക്കെ പിടിച്ചിട്ട് വന്ന അതിനെ കുട്ടികളാണ് ഇതൊക്കെ വണ്ടിയിൽ തിരുവണ്ണാമല ഇതെങ്ങനെ പിടിക്കേ? ഇഞ്ചിന് ഇട്ടിട്ട്. ഇഞ്ചക്ഷൻ അത് വലുതാവുമ്പോ എടുക്കാം. വലുതിനെ പിടിക്കുക. ശരി കുട്ടികൾക്ക് ഒന്നിച്ച് പിടിക്കുക. അവര് ഏത് ആർഡർ ഇടണോ അത് ആനെ പിടിക്കുള്ളൂ. 3 നമ്പറിന് പിടിച്ചിട്ടുണ്ടായി ആന. അതില്ല, അത് മരിച്ചുപോയി. അതിന് വടിട്ട ചാനിട്ടതൊക്കെ ഞാനാണ്. അതിലൊക്കെ വന്നിരുന്നേ. 3 നമ്പറിനെ പിടിക്കുമ്പോ വടിട്ടത് ചങ്ങലിട്ടതൊക്കെ ഞാനാണ്. അതിന് വലിയ ആന. നല്ല ആന മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. വയസ്സായിട്ട് മരിച്ചാ? വയസ്സായിട്ട്. അത് കുറച്ച് കാട്ടാനൊക്കെ പിടിക്കും. മരണപ്പെടുമ്പോ അതിന്റെ കൊമ്പെടുക്കുക അങ്ങനെ സീനൊന്നും ഉണ്ടാവില്ല. എടുക്കോ? മരിച്ചുപോയ അത് വെട്ടിയെടുക്കും. വെട്ടി ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വെട്ടിയെടുക്കും. ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ട് കൊമ്പ് അങ്ങനെ എടുക്കും. അതങ്ങനെ പോകും. CM-ന്റെ ഇവിടെ ആരും വെക്കില്ല. ഗവൺമെന്റ് എടുക്കാം. ഗവൺമെന്റ് കൊണ്ടുപോകും. നമ്മൾ തന്നെ എവിടെയോ മരത്തിൽ എവിടെയെങ്കിലും ഒരു പൊട്ട് വീണ് കഴിഞ്ഞാൽ അവർക്ക് ബദൽ പറയണം. നമ്മൾ ആർക്കും കൊടുത്തു, ആരെങ്കിലും വിറ്റോ, അതൊക്കെ ഭയങ്കര ശല്യാണ്. അപ്പൊ ആ മരത്തിന്റെ കുത്തിട്ട് എവിടെയെങ്കിലും പൊട്ട് വീണ് കഴിഞ്ഞാല് അവര് ഞങ്ങൾ തെരഞ്ഞ് എവിടെ കിട്ടില്ലെങ്കിൽ അതും പോയി പറയണം. അതൊക്കെ ഭയങ്കര ശല്യാണ്. അയ്യോ ഭയങ്കര ശല്യം. കിട്ടിയില്ല അപ്പൊ തന്നെ പറയണം. ഇല്ലെങ്കിലേ നമ്മളെ മേലെ ഇതിടാം. നിങ്ങൾ ആർക്കെ കൊണ്ട് വിറ്റു വയസ്സ് ഉണ്ടായിക്കാന്ന് പറയും.